ബി.ജെ.പിയുടെ വിജയം കൊണ്ടാടാനായി നാളെ പ്രധാനമന്ത്രി ശ്രീ മോദി ഇവിടെ എത്തുകയാണ്. ബി.ജെ.പി അതിൻ്റെ എല്ലാ ശേഷിയും, സംഘടനാശേഷി മാത്രമല്ല, അവരുടെ പക്കൽ ധാരാളമായിട്ടുള്ള എല്ലാ പണക്കൊഴുപ്പും ചേർത്ത് വെച്ചുകൊണ്ട് മോദിയുടെ വരവ് ഒരു മഹാസംഭവമൊക്കെ മാറ്റാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. തനിക്ക് സഹജമായിട്ടുള്ള വാക്ചാതുര്യമെല്ലാം എടുത്തുപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിജി ബി.ജെ.പി രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കാപട്യങ്ങളും മൂടിവെക്കാനും അതിൻ്റെ എല്ലാ ഇടതുപക്ഷ വിരോധവും പുറത്തേക്ക് വാരിയിടാനും എല്ലാം ശ്രമിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ അഗാധമായ രാഷ്ട്രീയ പാണ്ഡിത്യമൊന്നും വേണ്ട. ഈ പശ്ചാത്തലത്തിലാണ് നാളെ അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഇവിടെ അദ്ദേഹം ജനങ്ങളുമായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ഉണ്ടാകാൻ പോകുന്നത് വൈകുന്നേരത്തെ പൊതുയോഗത്തിലായിരിക്കും. ആ പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോഴും രാജ്യവും ജനങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ അവർക്ക് അവകാശമുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാനൊരു തുറന്ന കത്ത് എഴുതുകയുണ്ടായി, an ഓപ്പൺ ലെറ്റർ. ആ കത്ത് ഇന്നത്തെ ചുറ്റുപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും നരേന്ദ്രമോദിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ചോദിക്കാൻ താല്പര്യമുള്ള ഗൗരവമാർഗ ചില സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ കത്തിൽ ആദ്യം പറയുന്ന കാര്യം, മോദിക്ക് ഒരുപാട് കാലം കൂടി നാളെ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്കും ശുദ്ധവായു ശ്വസിക്കാൻ പറ്റും. ശുദ്ധവായു എല്ലാ മനുഷ്യൻ്റെയും അവകാശമാണ് ശ്വസിക്കാൻ ശുദ്ധവായു കിട്ടുക എന്നുള്ളത്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം ഒരാൾക്ക് പോലും ശുദ്ധവായു അവിടെ കിട്ടാറില്ല. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ അങ്ങേയറ്റത്തെ രൂക്ഷമാണ് സ്ഥിതി. ശ്വസിക്കാൻ കൊള്ളാത്ത വായുവാണ് ഡൽഹിയിലെ വായുവെന്ന് എല്ലാ പഠനങ്ങളും എന്നും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മലിനമായ വായു ശ്വസിച്ച് ഒരുപക്ഷെ ശ്വാസം പൊട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് കുറേയേറെ കാലം കൂടിയിട്ട് ശുദ്ധവായു ശ്വസിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകാവുന്ന ഒരു ആശ്വാസമുണ്ടാകും. അത് മനസ്സിലാക്കുന്നുണ്ട് നമ്മളെല്ലാവരും. പക്ഷെ അദ്ദേഹം ഒന്ന് പറയണം, ഇന്ത്യൻ പൗരന്മാർക്ക്, ഡൽഹിയിൽ ജീവിക്കുന്നവർക്ക് അവകാശപ്പെട്ട ശുദ്ധവായു എന്ന കാര്യം ഉറപ്പാക്കാൻ അദ്ദേഹം എന്ത് ചെയ്യും? 45 ദിവസം പൂർത്തിയാകും മുമ്പ് ഓടിപ്പിടിച്ചിങ്ങോട്ട് വന്ന് തിരുവനന്തപുരത്ത് വരുത്താൻ പോകുന്ന മഹാത്ഭുതങ്ങളെല്ലാം പറയുമ്പോൾ ഈ മഹാത്ഭുതങ്ങളുടെ മാന്ത്രികൻ ഡൽഹിയിൽ എന്ത് മന്ത്രം കാണിച്ചുവെന്ന് അറിയാൻ അവകാശമുണ്ട് ജനങ്ങൾക്കിവിടെ. ഡൽഹിയിലെ പൗരജനങ്ങൾക്ക് ശുദ്ധവായു കൊടുക്കാൻ, സുരക്ഷിത ജീവിതം കൊടുക്കാൻ, മാന്യമായ ജീവിതം കൊടുക്കാൻ എല്ലാം പരാജയപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വന്ന് പണം വാരി എറിഞ്ഞുകൊണ്ട് ഈ തിരുവനന്തപുരത്ത് അത്ഭുതം കാണിക്കുമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ചപ്പടി വിദ്യ എന്നല്ലാതെ അതിന് വേറെ പേര് വിളിക്കാനൊന്നുമില്ല. ഈ കത്തിൽ ഞാൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം വാക്ക് പാലിച്ചു. ഇവിടെ എത്തി അദ്ദേഹം 1.5 മാസം എന്ന് പറയുന്ന 45 ദിവസം പൂർത്തിയാകാൻ മുമ്പ് അദ്ദേഹം ഇവിടെ എത്തി. പക്ഷെ ഇതേ മോദി മണിപ്പൂർ എന്ന ഭാഗത്തേക്ക് പോകാൻ
കാത്തിരുന്നത് $864 ദിവസമാണ്. ഒരു മെയ് മാസം 3-ാം തീയതിയാണ് അവിടെ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ആ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ 2-ാം നാളിൽ മണിപ്പൂരിൽ ഇംഫാലിൽ പോയ ഒരു കമ്മ്യൂണിസ്റ്റ് MP ആണെന്ന് ഞാൻ 2-ാം ദിവസം ഞാൻ പോയി. അവിടെ മെയ് 5-ാം തീയതി അവിടെ പോയിരുന്നു ഞാൻ. 864 ദിവസം കഴിഞ്ഞിട്ടാണ് മോദി അവിടെ എത്തിയത്. മണിപ്പൂരിലെ അവസ്ഥ അപ്പോഴും ഇപ്പോഴും വളരെ വളരെ സ്ഫോടകാത്മകമാണ്. വംശീയ വൈരങ്ങൾക്ക് വളം വയ്ക്കുന്ന മോദി ഗവൺമെന്റിന് കീഴിൽ അവിടെ കുക്കി മെയ്ത്തി സംഘർഷം വ്യാപിച്ചു. 2 ഭാഗത്തും BJP ഉണ്ടായിരുന്നു, RSS ഉണ്ടായിരുന്നു. 2 പേരെയും തമ്മിലെടുപ്പിച്ചു. എന്നിട്ട് മണിപ്പൂരിനെ ശാന്തമായി ജീവിച്ചു പോന്ന, സമാധാനത്തിൽ ജീവിച്ചു പോകുന്ന മണിപ്പൂരിനെ, സുന്ദരമായ മണിപ്പൂരിനെ ജീവിക്കാൻ കൊള്ളാത്ത മണ്ണാക്കി മാറ്റി ഈ മോദി ഗവൺമെന്റിന്റെ തന്ത്രങ്ങൾ. അവിടെ മോദി പോയത് സംഭവങ്ങളുടെ എല്ലാം 865-ാം ദിവസമായിരുന്നു. He waited for 864 days അവിടെ ഒന്ന് പോകാൻ. ലോകം ചുറ്റുന്ന ഒരു വലിയ സഞ്ചാരിയാണ് അദ്ദേഹം, ഉലകം ചുറ്റും വാലിബാൻ. ഈ വാലിബാന് മണിപ്പൂരിലേക്ക് പോകാൻ ഇത്രയേറെ കാലം വേണ്ടി വന്നു. കാരണം അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെ പോയി അദ്ദേഹം ഒരു പ്രാവശ്യം പോയി, ഒറ്റ പ്രാവശ്യം. അദ്ദേഹം ഇവിടെ വന്നത് പക്ഷേ ഒട്ടും വൈകാതെ വന്നു എന്ന കാര്യം ഞാൻ പറയുന്നത് വേറൊന്നുമല്ല. ഇവിടെ വരാം, അവിടെ പോകാൻ ഇറ്റ് ഈസ് നോട്ട് സോ സേഫ്. മണിപ്പൂരിൽ പോകാൻ ഇത്രയും സുരക്ഷിതത്വമില്ല. അവിടെ പോകാൻ ഇത്രയും ഒരു ധൈര്യം കിട്ടില്ല അവിടെ പോകാൻ. ഇവിടെ വരാം മോദിക്ക്, ആർക്കും വരാം അവിടെ. അതിൻ്റെ അർത്ഥം എന്താണ്? ആ കത്തിൽ CPIക്ക് വേണ്ടി, LDFന് വേണ്ടി ഞാൻ പറഞ്ഞു, ഈ സംസ്ഥാനം, ഈ പ്രബുദ്ധമായ കേരളം ഇറ്റ്സ് എ സേഫ് പ്ലേസ് ടു ലീവ്, എ സേഫ് ഹാവൻ. ഇവിടെ വരാം, സ്വതന്ത്രമായി വരാം, ധൈര്യമായി വരാം, ശുദ്ധവായു കിട്ടും, ബോംബ് പൊട്ടില്ല, ആരും ചാടി വീഴില്ല. ആ ധൈര്യം കൊണ്ടുകൂടിയാകാം നരേന്ദ്രമോദി ഇത്രയും വേഗം ഇവിടെ എത്തിയത്. അദ്ദേഹം മനസ്സിലെങ്കിലും നന്ദി പറയണം കേരളത്തോടും ജനങ്ങളോടും എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നാളെ പ്രസംഗിക്കേണ്ട, പക്ഷെ മനസ്സിലെങ്കിലും പറയണം. അല്ലെങ്കിൽ പറയണം, മണിപ്പൂരിലെ ജീവിതം ഇത്രയേറെ തകർന്നടിഞ്ഞിട്ടും ആ തെരുവിൽ 2 യുവതികൾ നഗ്നരാക്കപ്പെട്ട് ആക്രമിക്കപ്പെട്ട് പാഞ്ഞുപോയ കാഴ്ച കണ്ടിട്ടും അങ്ങോട്ട് പോകാൻ ധൈര്യം കാണിച്ചില്ല, മനസ്സ് കാണിച്ചില്ല ഈ മോദി. ഇന്ത്യ മറക്കില്ല ചിത്രങ്ങളൊന്നും. 2 യുവതികൾ, കുറ്റം ചെയ്യാത്തവർ, അവരോടിപ്പോയ ഓട്ടം നമ്മൾ കണ്ടതാണ്. രാജ്യമാകെ കണ്ടു, ലോകമാകെ കണ്ടു. ഭ്രാന്ത് പിടിച്ച ജനക്കൂട്ടം പിച്ചു ചിന്തുവാൻ വേണ്ടി പുറകെ പാഞ്ഞു വരുമ്പോൾ പ്രാണൻ വാരി കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിപ്പോയ ആ പെൺകുട്ടികളെ ഇന്ത്യ മറക്കില്ല, ലോകം മറക്കില്ല. അതുണ്ടായിട്ട് പോലും അങ്ങോട്ട് പോകാൻ മോദിക്ക് ധൈര്യമുണ്ടായില്ല, മനസ്സുണ്ടായില്ല. ദയവായി പ്രധാനമന്ത്രി പറയണം എന്തുകൊണ്ട് അവിടെ പോയില്ല. ഇത്രയും പോയി അവസാനം പാർലമെന്റിനകത്തും പുറത്ത് സമ്മർദ്ദമുണ്ടായി, ലോകമാകെ പറഞ്ഞു. അവസാനം ഗതികെട്ടപ്പോൾ അദ്ദേഹം അവിടെ പോയതിന് സത്യമാണ്. പക്ഷെ പോകാൻ കാത്തിരുന്നത് ഇത്രയും ദിവസമാണ്, 864 days. ഈ കാലവിളംബത്തെപ്പറ്റിയും ഇവിടുത്തെ തീവ്രവേഗതയെപ്പറ്റിയും എന്തെങ്കിലും പറയാൻ മോദിക്കുണ്ടെങ്കിൽ അത് പറയണം. നാളെ വരുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയണം ദയവായി. അത് ഇന്ത്യക്ക് മേൽ അദ്ദേഹത്തിൻ്റെ ഡിയർ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് അടിച്ചേൽപ്പിച്ച താരിഫ് യുദ്ധത്തെ പറ്റിയാണ്. താരിഫ് ചുങ്കം തോന്നും പോലെ ട്രംപ് അടിച്ചേൽപ്പിക്കുന്ന ഈ ചുങ്കത്തിൻ്റെ ഭാരം താങ്ങി ഇന്ത്യ ഞെരുങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ ഞെരുക്കം ഇദ്ദേഹത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയണം, അതിനെപ്പറ്റി പറയണം. ഇവിടെ മിണ്ടിയാൽ അദ്ദേഹം ഭീഷണിപ്പെടുത്തും.
മിണ്ടിയാൽ ചൈനയുമായി ഇന്ത്യക്ക് വ്യാപാര ബന്ധം പറ്റുമോ? ട്രംപ് സമ്മതിക്കണം. വെനിസ്വേലയെ പറ്റി മിണ്ടാൻ ധൈര്യമുണ്ടാകുമോ ഇന്ത്യ പ്രധാനമന്ത്രിക്ക്? അതും ട്രംപ് സമ്മതിച്ചാലേ മിണ്ടാൻ പറ്റൂ. സാമ്പത്തികമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, സുരക്ഷാ പ്രശ്നങ്ങളാകട്ടെ, എന്തിനെപ്പറ്റി മിണ്ടണമെങ്കിൽ ട്രംപിൻ്റെ സമ്മതം മേടിച്ചിട്ട് മിണ്ടാനാകുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഈ പ്രധാനമന്ത്രി നാളെ അദ്ദേഹത്തിൻ്റെ 56 ഇഞ്ചോ നെഞ്ചളവ്, ആ നെഞ്ചളവും ഏറ്റവും നീളമേറിയ നാക്കും എല്ലാമുള്ള ഈ പ്രധാനമന്ത്രി നാളെ പറയണം, ഈ നാക്കിനും ഈ നെഞ്ചളവിനും എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ പറയണം, എന്തുകൊണ്ട് ട്രംപിനോട് മാന്യമായിട്ടൊരു ഭാഷയിലെങ്കിലും ഈ ധിക്കാരം മതിയാക്കുമെന്ന് പറയാൻ എന്തേ ചങ്കൂറ്റം കാണിക്കുന്നില്ല? അതാണ് ചങ്കൂറ്റം. ഇന്ത്യയെപ്പറ്റി അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഭരണഘടനയുടെ 1-ാം താൾ വായിച്ചാൽ മതി, ദ പ്രിയാമ്പിൾ. അതിൽ പറയുന്നുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ. സോവറിൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ മോദിക്ക്? അർത്ഥം പരമാധികാരമെന്നാണ്. വി ആർ സോവറിൻ, നോട്ട് സ്ലേവ്സ് എനിമോർ. അതറിയാമെങ്കിൽ ഈ സോവറിൻ സ്റ്റേറ്റിൻ്റെ പ്രധാനമന്ത്രിക്ക് ട്രംപ് എന്ന ധിക്കാരിക്ക് മുമ്പിൽ ഇന്ത്യ രാഷ്ട്രത്തിൻ്റെ സുവേറിറ്റി എടുത്ത് കാണിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അത് ഇതുവരെ ചെയ്തിട്ടില്ല. നാളെയെങ്കിലും അദ്ദേഹം പറയുമോ? സുരക്ഷിതമായി ധൈര്യപൂർവ്വം സംസാരിക്കാനുള്ള സ്ഥലമാണിത്. ഇവിടെ വച്ചെങ്കിലും പറയുമോ ട്രംപിൻ്റെ ഈ പേപ്പിടി ഒന്നും ഇവിടെ വേണ്ടെന്ന് പറയുമോ? ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കാൻ അവകാശം ഇന്ത്യക്കാണെന്ന് പറയുമോ? താരിഫാകട്ടെ, രാഷ്ട്രബന്ധങ്ങളാകട്ടെ, എന്തുമാകട്ടെ. ട്രംപ് പറയുകയാണ്, ഞാൻ വിളിച്ചു പറഞ്ഞു മോദിയോട്. അപ്പോൾ മോദി സമ്മതിച്ചു. ഇന്ത്യ പാക് ബന്ധമാകട്ടെ, ഇന്ത്യ ചൈന ബന്ധമാകട്ടെ, ഇന്ത്യൻ താരിഫ് റേറ്റ്സ് ആകട്ടെ, എന്ത് ഇന്ത്യൻ കാര്യത്തെ പറ്റി പറയുമ്പോഴെല്ലാം ട്രംപ് പറയുന്നു, ഞാൻ പറഞ്ഞു മോദിയോട്. പറഞ്ഞപ്പോൾ മോദി സമ്മതിച്ചു, വഴങ്ങിയെന്ന് പറയുന്നു. അത്രേ ഉള്ളോ ഇന്ത്യ പ്രധാനമന്ത്രി? ട്രംപ് എന്ന് പറയുന്ന ഒരാൾ ലോകത്തെല്ലാം ട്രംപിനെ അറിയാം. ഒരു വിടുവായനാണ് അയാൾ, വിടുവായൻ. ഞാൻ തിരുത്തുന്നു, അദ്ദേഹം ട്രംപിനെ ഞാൻ അയാളെന്ന് പറഞ്ഞ് തിരുത്തുന്നു. അദ്ദേഹം ഞാൻ പറയുന്നു, അദ്ദേഹം വിടുവായനാണ്. ലോകത്തെല്ലാവർക്കും അതറിയാം. ആ വിടുവായത്തരം ശീലമാക്കിയ, രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വേദികളിലും വിടുവായത്തരത്തിൻ്റെ എല്ലാ തോന്നിയാസവും പറയുന്ന ഒരാൾ ഇന്ത്യയെ പറ്റിയുള്ള പോളിസി വച്ചസ് പോലും പറയുമ്പോൾ കാമാകുന്ന മിണ്ടാൻ നാക്ക് പൊങ്ങാത്ത ശ്രീ മോദിക്ക് എന്തിനാണ് ഈ നീളമേറിയ നാക്ക്? ഇന്ത്യക്ക് വേണ്ടി പറയാൻ, ഇന്ത്യയുടെ പരമാധികാരം ഉയർത്തിപ്പിടിക്കാൻ കെൽപ്പില്ലാത്ത മോദിക്ക് എന്തിനാണ് ഇത്രയും നെഞ്ചളവെന്തിനാണ്? ഒരാവശ്യമില്ല. ഈ നെഞ്ചളവും 56 ഇഞ്ചും ഈ നാക്കും എല്ലാം വെറും പാഴാണ്. അല്ലെങ്കിൽ നാളെയെങ്കിലും പറയണം, ഇവിടെ പറയാമല്ലോ, ട്രംപിൻ്റെ ഓലപ്പാമ്പൊന്നും ഇന്ത്യയോട് കാണിക്കേണ്ടത് പറയാമെങ്കിൽ ഇവിടെ വെച്ച് പറയണം നാളെ. താരിഫ് വിഷയത്തിൽ, നയതന്ത്ര ബന്ധങ്ങളുടെ കാര്യത്തിൽ, ഇന്ത്യ പാക് വിഷയങ്ങളിൽ, ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ, എണ്ണ വിഷയത്തിൽ എല്ലാം പറയാനുള്ള സ്ഥലം ഇതാണ്. ഇവിടെ പറയാമല്ലോ, ഇവിടെ ആരെയും പേടിക്കണ്ടല്ലോ.